നമ്മൾ സെറ്റ് മാത്തമാറ്റിക്സ് ജാനുവരി 2022 ക്വസ്റ്റ്യൻസ് ആണ് സോൾവ് ചെയ്തിരുന്നത്. ഒരു പ്രോബ്ലം കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തു. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് എക്സ് മൈനസ് 2y പ്ലസ് 3z ഈക്വൽ ടു -2 മൈനസ് എക്സ് പ്ലസ് വൈ മൈനസ് 2z ഈക്വൽ ടു 3 2x മൈനസ് വൈ പ്ലസ് 3z ഈക്വൽ ടു 1 ഹാസ് യുണീക്ക് സൊല്യൂഷൻ, ഇൻഫിനിറ്റ് സൊല്യൂഷൻ, നോ സൊല്യൂഷൻ, നൺ ഓഫ് ദീസ്. അപ്പോൾ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസിൻ്റെ കുറച്ച് പ്രോബ്ലങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസിലായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ടീഷൻസ് എല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആദ്യം നമ്മൾ ഒരു സിസ്റ്റം തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് റാങ്ക് കണ്ടുപിടിക്കണം. മെട്രിക്സ് എ എഴുതണം, എ റെസ്ട്രിക്റ്റഡ് ടു ബി എഴുതണം. അതിൽ നിന്നും രണ്ട് മെട്രിക്സിൻ്റെയും റാങ്ക് കണ്ടുപിടിച്ചിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. അങ്ങനെയാണ് യുണീക്ക് സൊല്യൂഷനാണോ, ഇൻഫിനിറ്റ് സൊല്യൂഷനാണോ, നോ സൊല്യൂഷനാണോ എന്നുള്ള ഉത്തരത്തിലേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്കൊരു സിസ്റ്റം തന്നിട്ടുണ്ട്. ഈ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ആദ്യം മെട്രിക്സ് എ റൈറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മെട്രിക്സ് എ എടുത്തെഴുതിയാൽ മെട്രിക്സ് എ ഈക്വൽ ടു മെട്രിക്സ് എ എങ്ങനെയാണ് എഴുതുന്നത്? എക്സ് വൈ ഇസഡിൻ്റെ കോഎഫിഷ്യൻസിനെ എടുത്തെഴുതാം. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻ 1, വൈയുടെ കോഎഫിഷ്യൻ -2 ആൻഡ് ഇസഡിൻ്റെ കോഎഫിഷ്യൻ 3 അങ്ങനെ എഴുതുക. ദെൻ രണ്ടാമത്തെ ഇക്വേഷനിൽ നിന്ന് അതുപോലെ തന്നെ എടുത്തെഴുതുക. അപ്പോൾ നമുക്ക് -1 1 -2 എന്ന് കിട്ടും. മൂന്നാമത്തെ ഇക്വേഷനിൽ നിന്ന് എഴുതുമ്പോൾ 2 -1 3. ഇതാണ് മെട്രിക്സ് എ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബി എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന സിസ്റ്റത്തിൽ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുന്ന കോൺസ്റ്റൻറ്റ് വാല്യൂസ് ആണ്. സോ -2 3 1 ഇതാണ് നമ്മുടെ ബി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ എക്സ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന വേരിയബിൾസ് അല്ലെങ്കിൽ അൺനോൺസ് എക്സ് വൈ ഇസഡ് ആയിരിക്കും അൺനോൺസ്. അപ്പം മെട്രിക്സ് അതിനിങ്ങനെ കോളം വെക്ടറായിട്ട് എഴുതുന്നതാണ് നമ്മുടെ എക്സ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? എ ഓഗുമെൻറ്റഡ് അല്ലെങ്കിൽ ഓഗുമെൻറ്റഡ് മെട്രിക്സ് കാണണം. എ ഓഗുമെൻറ്റഡ് ബി കാണണം, അല്ലെങ്കിൽ ഓഗുമെൻറ്റഡ് മെട്രിക്സ് എന്ന് പറയും. എ റെസ്ട്രിക്റ്റഡ് ടു ബി അല്ലെങ്കിൽ എ ബൈ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? എ എന്നുള്ള മെട്രിക്സിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ഈ ബി അറ്റാച്ച് ചെയ്ത് എഴുതുകയാണ്. ഓക്കെ, അപ്പോൾ 1 -2 3 -1 1 -2 2 -1 3. ഇതിലേക്ക് ഈ ബിയെ റൈറ്റിലേക്ക് അറ്റാച്ച് ചെയ്യുക. -2 3 1 ഇതാണ് എ ബൈ ബി. ഇനി ഈ മെട്രിക്സിനെ നമ്മൾ എന്ത് ചെയ്യും? റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് മാറ്റിയിട്ട് അതിൽ നിന്ന് റാങ്ക് കണ്ടുപിടിക്കും. ഓക്കെ, അത് റോ റെഡ്യൂസ്ഡ് ഫോമിലോട്ട് മാറ്റാൻ നമ്മൾ ആദ്യം കൊടുക്കുന്ന ഓപ്പറേഷൻ എന്താണ്? ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് എന്താണെന്ന് നോക്കി, 1 തന്നെയാണ്. അപ്പോൾ നമുക്ക് താഴത്തോട്ടുള്ള എല്ലാം 0 ആക്കിയാൽ മതി. ഇവിടെ -1 തന്നെയാണ്, അപ്പോൾ നമുക്ക് ഈസിയായി ജസ്റ്റ് ഈ രണ്ട് റോകൾ തമ്മിൽ ആഡ് ചെയ്യുക. അപ്പോൾ R2 ഇംപ്ലൈസ് R1 + R2. ഇനി R3യുടെ എന്തായിരിക്കും? ഇവിടെ 2 ആണ്, 2നെ 0 ആക്കണം. അതിന് വേണ്ടിയിട്ട് R3 ഇംപ്ലൈസ് R3 - 2R1 കൊടുത്താൽ മതി അല്ലേ? അത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മെട്രിക്സ് എങ്ങനെ വരും? ആദ്യത്തെ റോ അങ്ങനെ തന്നെ -2 1 -2 3 -2 തന്നെ വരും. രണ്ടാമത്തെ റോ ജസ്റ്റ് അത് രണ്ടും കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 0 വരും, ഇവിടെ -2 + 1 വരും, അതായത് -1 വരും. 3 + 2 ദാറ്റ് ഈസ് 1 വരും. -2 + 3 ദാറ്റ് ഈസ് 1 വരും. ഓക്കെ, ഇനി മൂന്നാമത്തെ റോയിൽ വ്യത്യാസം വരുന്നത് എന്താണ്? R3 - 2R1 എന്നാണ്. അപ്പോൾ 2 - 2 ദാറ്റ് ഈസ് 0 വരും. ഇവിടെ -1 ഓക്കെ -1 -2 × -2 ദാറ്റ് ഈസ് +4. അപ്പോൾ +3 വരും അല്ലേ? +3 വരും. ഇനി R3 - 2R1 അവിടെ കൊടുത്താൽ 3 - 6 അതായത് -3. അടുത്തത് 1 - 2 × -2 ദാറ്റ് ഈസ് 1 + 4 ദാറ്റ് ഈസ് 5. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പുതിയ മെട്രിക്സ് കിട്ടുക? അപ്പോൾ 1 ആയി, ഫസ്റ്റ് എലമെൻറ്റ് 1, അതിന് താഴത്തേക്കെല്ലാം 0 ആയി. സെക്കൻഡ് റോയിൽ ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് ഇവിടെ -1 ആണ്, അതിന് +1 ആക്കി മാറ്റണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ റോയെ മൊത്തം ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അടുത്ത സ്റ്റെപ്പിൽ R2 ഇംപ്ലൈസ് -R2. R2നെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 -2 3 -2 മൈനസ് കൊണ്ട് സെക്കൻഡ് റോയെ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 0 1 ദെൻ -1 -1. ഓക്കെ, അടുത്തത് തേർഡ് റോ അങ്ങനെ തന്നെ 0 3 -3 5. ഓക്കെ അല്ലേ? സെക്കൻഡ് റോയെ നമ്മൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ +1 ആയി, ഇവിടെ -1 ആയി, ഇവിടെ -1 ആയി. ഓക്കെ,
ഇവിടെ നോക്കുക, ഫസ്റ്റ് നോൺ സീറോ എലിമെൻറ്റ് 1 താഴത്തേക്ക് 0, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എലിമെൻറ്റ് 1 ആക്കി, ഇനി താഴത്തേക്ക് 0 ആക്കണം. അപ്പോൾ അതായത് 3നെ 0 ആക്കണം. 3നെ 0 ആക്കാൻ വേണ്ടിയിട്ട് എന്ത് ഓപ്പറേഷൻ കൊടുക്കണേ? R3 gives R3 മൈനസ് ഏത് റോ വെച്ച് ഓപ്പറേറ്റ് ചെയ്യണം? സെക്കൻഡ് റോ വെച്ച് ഓപ്പറേറ്റ് ചെയ്യണം. അപ്പോൾ 3R2. ഓക്കെ, 3R2 അങ്ങനെ ചെയ്യുമ്പോൾ 1 മൈനസ് 2 3 മൈനസ് 2. സെക്കൻഡ് റോ അങ്ങനെ തന്നെ 0 1 മൈനസ് 1 മൈനസ് 1. തേർഡ് റോയ്ക്ക് മാറ്റം എന്താ വരിക? ഫസ്റ്റ് എലമെൻറ്റ് 0 തന്നെ. ദെൻ 3 മൈനസ് 3 ഇൻറ്റു 1, 3 മൈനസ് 3, അവിടെ 0 ആക്കുവാണല്ലോ. അപ്പോൾ 3 മൈനസ് 3 0. ഓക്കെ, വാല്യൂ കൊടുക്കുമ്പോൾ R3 നിന്ന് -3, -3 -3 ഇൻറ്റു R2 ഈസ് ഇവിടെ -1. അപ്പോൾ -3 ഇൻറ്റു -1 വരുമ്പോൾ +3 ആവും. അപ്പം 0 വരും. ഇനി അടുത്ത വാല്യൂ 5 ആണ്. 5 -3 ഇൻറ്റു -1, അതായത് 5 + 3 എന്ന് വരും, അതായത് 8 വരും. ഓക്കെ, ഫസ്റ്റ് നോൺ സീറോ എലമെൻറ്റ് 1 ആണ്, അതിന് താഴത്തേക്ക് 0 ആയി. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് 1 ആയി, താഴത്തേക്ക് 0 ആയി. തേർഡ് റോയിൽ ഒരു നോൺ സീറോ എലമെൻറ്റ്. ഇതിപ്പോൾ 1 ആക്കണം നിർബന്ധമില്ല, നമുക്ക് റാങ്ക് കാണാനാണ് പോകുന്നത്. അതുകൊണ്ട് 1 ആക്കി മാറ്റി ഡിവൈഡ് ചെയ്ത് ആ ഒരു സ്റ്റെപ്പും കൂടെ എഴുതണമെന്നില്ല. ഓക്കെ, ഇതാണ് നമ്മുടെ മെട്രിക്സ് എ എന്ന് പറഞ്ഞത്. ഇത് മൊത്തമാണ് ബി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് റാങ്ക് ഓഫ് എ എഴുതണം. ആദ്യം റാങ്ക് ഓഫ് എ ബൈ ബി എഴുതണം. റാങ്ക് ഓഫ് എ എഴുതിയാലും നോക്കി എത്ര നോൺ സീറോ എലമെൻറ്റുകളുണ്ട്, നോൺ സീറോ റോസ് ഉണ്ടെന്ന് നോക്കുക. ഇത് ഫസ്റ്റ് നോൺ സീറോ, ഇത് സെക്കൻഡ് നോൺ സീറോ റോ, ഇത് തേർഡ് നിന്ന് മൊത്തം 0 ആയിപ്പോയി. അപ്പോൾ 2 നോൺ സീറോ റോസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ റാങ്ക് എന്ന് പറഞ്ഞാൽ 2 ആയിരിക്കും. അതേസമയം റാങ്ക് ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞാൽ മൊത്തം എടുക്കണം. മൊത്തം എടുക്കുമ്പോൾ ഒരു നോൺ സീറോ റോ, ഇത് വേറൊരെണ്ണം, ഇത് വേറൊരെണ്ണം. നോൺ സീറോ ആണ്. ഇവിടെ 8 എന്നുള്ള മെമ്പർ ഉണ്ട്, അതുകൊണ്ട് നോൺ സീറോ എൻട്രി ആയിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ 3 നോൺ സീറോ റോസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ റാങ്ക് എന്ന് പറഞ്ഞത് ഇവിടെ 3 നോൺ സീറോ റോസ് ഉണ്ട്. അപ്പോൾ റാങ്ക് എന്ന് പറഞ്ഞത് 3 ആയിരിക്കും. ഓക്കെ, അപ്പോൾ റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞത് 2ഉം റാങ്ക് ഓഫ് എ ബൈ ബി എന്ന് പറഞ്ഞത് 3ഉം ആയിരിക്കും. നമ്മുടെ കണ്ടീഷൻസ് യുണീക്ക് സൊല്യൂഷൻ ആവാൻ, ഇൻഫിനിറ്റ് സൊല്യൂഷൻ ആവാനൊക്കെ ഉള്ള കണ്ടീഷൻ എന്തായിരുന്നു? റാങ്ക് ഓഫ് എ ബൈ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്, അതുകൊണ്ട് അതിന് സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ പഠിച്ചത്. റാങ്ക് ഓഫ് എ ബൈ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണെങ്കിൽ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആണ്, അപ്പോൾ അതിനൊരു സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ് പഠിച്ചത്. അപ്പോൾ റാങ്ക് ഓഫ് എ ബൈ ബി ഈക്വൽ ടു റാങ്ക് ഓഫ് എ ആണെങ്കിൽ ഇവിടെ നോക്കിക്കേ, ഇവിടെ റാങ്ക് ഓഫ് എ ബൈ ബിയുടെ വാല്യൂ 3, റാങ്ക് ഓഫ് എ എന്ന് പറഞ്ഞാൽ 2. അപ്പോൾ നേരെ തിരിച്ചല്ലേ വന്നേങ്ങനെ, റാങ്ക് ഓഫ് എ ബൈ ബി ഈസ് ഗ്രേറ്റർ ദാൻ റാങ്ക് ഓഫ് എ ആണ് ഇവിടെ വന്നേക്കുന്നത്. ഓക്കെ, റാങ്ക് ഓഫ് എ ആണ് ഗ്രേറ്റർ ദാൻ റാങ്ക് ഓഫ് എ ആണെങ്കിൽ, എ ബൈ ബി ഗ്രേറ്റർ ദാൻ റാങ്ക് ഓഫ് എ ആണെങ്കിൽ സിസ്റ്റം എന്താണ്? ഇൻകൺസിസ്റ്റൻ്റ് ആണ്. സിസ്റ്റം ഇവിടെ റാങ്ക് ഓഫ് എ ബൈ ബി ഗ്രേറ്റർ ആണ്, അതുകൊണ്ട് സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റൻ്റ്. സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ആ സിസ്റ്റത്തിന് നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല, സൊല്യൂഷൻ ഇല്ല എന്നാണ്. നോ സൊല്യൂഷനാണ് അപ്പോൾ ഉത്തരം. നമ്മുടെ ഓപ്ഷൻസ് നോക്കുവാണെങ്കിൽ ആദ്യത്തേത് യുണീക്ക്, ഇത് ഇൻഫിനിറ്റ്, നോ സൊല്യൂഷൻ, നൺ ഓഫ് ദിസ്. അപ്പോൾ ആൻസർ ഈസ് ഓപ്ഷൻ സി, നോ സൊല്യൂഷൻ ആയിരിക്കും ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് എ ഈക്വൽ ടു മെട്രിക്സ് 2 3 1 -4, ബി ഈക്വൽ ടു 1 -2 -1 3, ദെൻ എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എ ബി ഇൻവേഴ്സ് കാണാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മളൊരു റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ്. ഇങ്ങനെ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. നമുക്ക് ബി അറിയാം, എ അറിയാം, ബി ഇൻവേഴ്സും കണ്ടുപിടിക്കാം, എ ഇൻവേഴ്സും കണ്ടുപിടിക്കാം. അപ്പോൾ ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് കിട്ടിയാൽ നമ്മുടെ ആൻസറിലേക്കായി. ഓക്കെ, അപ്പോൾ ആദ്യം എ ഇൻവേഴ്സും ബി ഇൻവേഴ്സും കാണണം. അപ്പോൾ ആദ്യം എ എടുത്തെഴുതാം. എ ഈക്വൽ ടു മെട്രിക്സ് 2 3 1 -4. എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇൻവേഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടില്ല. എങ്ങനെയാണ്? അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ അല്ലേ? അഡ്ജോയിൻ്റ് ഓഫ് എ ഡിവൈഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ്. എന്താണ് അഡ്ജോയിൻ്റ് ഓഫ് എ? ഇപ്പോൾ 2/2 മെട്രിക്സ് ആയതുകൊണ്ട് അഡ്ജോയിൻ്റ് ഓഫ് എ എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എങ്ങനെയാണ്?
ഈ ഡയഗണൽ വൈസ് കിടക്കുന്ന ഈ എലമെൻറ്റ് നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്യും. പിന്നെ ഇവരുടെ രണ്ടുപേരുടെയും സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെയല്ല ചെയ്യണേ. അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ -4 ഇൻ്റർചേഞ്ച് ചെയ്താൽ ഇത് -4 ആവും, ഇത് 2 ആവും. ഇനി ഇവിടുത്തെ രണ്ട് എലമെൻറ്റിൻ്റെ സൈൻ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ -1 ആവും, ഇത് -3 ആവും. അങ്ങനെയാണ് അഡ്ജോയിൻ്റ് ഓഫ് എ കാണുന്നത്. 2/2 മെട്രിക്സിൻ്റെ അഡ്ജോയിൻ്റ് കാണുന്നത് അങ്ങനെയാണ്. ഇനി എന്താണ് ഡിറ്റർമിനൻ്റ് ഓഫ് എ? ആ മെട്രിക്സിൻ്റെ വാല്യൂ, ആ ഡിറ്റർമിനൻറ്റിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് ഓഫ് 2, 3, 1, -4. 2/2 ആണ്. അപ്പോൾ കാണാൻ നമുക്ക് അറിയാം. 2 × -4 ചെയ്യുക, ദെൻ -1 × 3 ചെയ്യുക. 2 × -4 -8, ദെൻ -1 × 3 3. അപ്പോൾ 8 3 11 -11 കിട്ടും ഡിറ്റർമിനൻ്റ് ഓഫ് എ. അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് എ ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 1/, ഇവിടെ 1/, ആണ് വന്നേക്കുന്നത്. അപ്പോൾ -1/11 ഇൻറ്റു ഡിറ്റർമിനൻ്റ് മെട്രിക്സ് ഓഫ് -4 -3 -1 2 അതാണ് എ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, എ ഇൻവേഴ്സ് കിട്ടി. ഇനി ഇതുപോലെ തന്നെ ബി ഇൻവേഴ്സ് കാണണം. നമുക്ക് മെട്രിക്സ് ബി ഉണ്ട്. ബി എന്ന് പറഞ്ഞാൽ 1 -2 -1 3. ഓക്കെ, ഇതുപോലെ തന്നെ ബി ഇൻവേഴ്സ് ഈക്വൽ ടു എന്ത് വരും? അഡ്ജോയിൻ്റ് ഓഫ് ബി ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് ബി എന്ന് എഴുതാം. അഡ്ജോയിൻ്റ് ഓഫ് ബി കണ്ടാണ് എങ്ങനെയാണ്? അഡ്ജ് ബി ഈക്വൽ ടു ഇവിടെ ഇങ്ങനെ ഈ ഡയഗണൽ വൈസ് കിടക്കുന്ന എലമെൻറ്റിനെ ഇൻ്റർചേഞ്ച് ചെയ്യും. 3 1 ആവും, 1 3 ആവും. ഇവിടെ വരുന്ന എലമെൻറ്റിനെ സൈൻ ചേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇത് 3 ആവും, ഇത് 1 ആവും. ഇവിടെ -1 എന്നുള്ളത് +1 ആവും, -2 എന്നുള്ളത് +2 ആവും. ഇനി മെട്രിക്സ് ബിയിൽ നിന്നും ഡിറ്റർമിനൻ്റ് ബിയുടെ വാല്യൂ കാണുക. ഡിറ്റർമിനൻ്റ് ബി എന്ന് പറഞ്ഞാൽ 1, ഡിറ്റർമിനൻ്റ് ഓഫ് 1 -2 -1 3 ഈക്വൽ ടു വാല്യൂ കണ്ടുപിടിച്ചാൽ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക, ദെൻ മൈനസ് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 3 × 1 3, ദെൻ മൈനസ് ഓഫ് ബ്രാക്കറ്റിൽ -1 × -2 അപ്പോൾ +2 ആവും. 3 - 2 1 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻ്റ് വാല്യൂ ഇവിടെ 1 കിട്ടി. അപ്പോൾ അഡ്ജോയിൻ്റ് ഓഫ് ബി എന്ന് പറഞ്ഞാൽ 3 2 1 1. ഓക്കെ, അപ്പോൾ അങ്ങനെ ബി ഇൻവേഴ്സും കിട്ടി. ഇനി അടുത്ത് നമ്മൾ എന്താ വേണ്ടത്? നമ്മുടെ റിസൾട്ട് എന്തായിരുന്നു? എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണ്. ഇതിൽ നിന്നും രണ്ട് കാര്യം നമുക്ക് കിട്ടി. ബി ഇൻവേഴ്സും കിട്ടി, എ ഇൻവേഴ്സും കിട്ടി. അതിൻ്റെയും രണ്ടിൻ്റെയും കൂടെ പ്രോഡക്റ്റ് ആയിട്ട് എഴുതാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ്. ബി ഇൻവേഴ്സിൻ്റെ വാല്യൂ എത്രയായിരുന്നു കിട്ടിയിരുന്നത്? 3. ബി ഇൻവേഴ്സ് എത്രയായിരുന്നു കൊണ്ട് കിട്ടിയത്? 3 2 1 1. ഓക്കെ, 3 2 1 1. ഇനി എ ഇൻവേഴ്സ് എത്ര കിട്ടിയത്? എ ഇൻവേഴ്സ് ഈസ് -1/11 ഇൻറ്റു -4 -3 -1 2. ഓക്കെ, അപ്പോൾ -1/11 ഇൻറ്റു -4 -3 -1 2. -1/11 1/11 ഔട്ട്സൈഡ് എഴുതുക. പിന്നെ ഈ മൈനസ് കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് 3 2 1 1 വരും. ഇത് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ 4 3 1 -2. ഇത് രണ്ട് മെട്രിക്സ് ആണ്. മെട്രിക്സിൻ്റെ മൾട്ടിപ്ലിക്കേഷൻ നമുക്കറിയാം. 1/11 ഔട്ട്സൈഡ് വന്നോട്ടെ. 3 ഫസ്റ്റ് റോയും ഇവിടുത്തെ ഫസ്റ്റ് കോളം എടുക്കുക, ഫസ്റ്റ് എൻട്രി ആയിട്ട് എഴുതുക. ദെൻ ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം എടുക്കുക, അത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്ത സെക്കൻഡ് എൻട്രി ആയിട്ട് എഴുതുക. അപ്പോൾ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം. അപ്പോൾ 3 × 4 12 പ്ലസ് 2 × 1 2. ഫസ്റ്റ് എലമെൻറ്റ്. ഇനി സെക്കൻഡ് എൻട്രി ആയിട്ട് 3 × 3 9 പ്ലസ് 2 × -2 ദാറ്റ് ഈസ് -4. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോയുടെ കാര്യം കഴിഞ്ഞു. ഇനി സെക്കൻഡ് റോ എടുക്കുക. സെക്കൻഡ് റോയും ഇവിടുത്തെ ഫസ്റ്റ് കോളം എടുക്കുക. അപ്പോൾ 1 × 4 4 പ്ലസ് 1 × 1 1. അടുത്തത് ഫസ്റ്റ് റോയും സെക്കൻഡ് കോളം എടുക്കുക. 3 × 1 3 1 × -2 -2. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/11 ഇൻറ്റു 12 + 2 14 9 - 4 5 4 + 1 5 3 - 2 1.
ഓക്കെ, അപ്പോൾ എ ബി ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ 1/11 ഇൻറ്റു 14 മെട്രിക്സ് 14 5 5 1 കിട്ടി. നമ്മുടെ ഏത് ഓപ്ഷനാണ്? 1/11 14 5 5 1 1/11 14 5 5 1, അതായത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ റൈറ്റ് ആൻസർ ആയിട്ട് വരിക. ഓക്കെ, അപ്പോൾ എ ബി ഇൻവേഴ്സ് കാണാൻ വേണ്ടി ഈ ഒരു പ്രോപ്പർട്ടി ഓർത്തിരിക്കുക. എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്, എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ്. അപ്പം റൈറ്റ് സൈഡിൽ നിന്നാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ബി ഇൻവേഴ്സ് ആദ്യം എഴുതണം, പിന്നെ എ ഇൻവേഴ്സ്. ഓക്കെ, അപ്പോൾ ബി ഇൻവേഴ്സും എ ഇൻവേഴ്സും സെപ്പറേറ്റ് കണ്ടുപിടിക്കുക, എന്നിട്ട് അതിൻ്റെ പ്രോഡക്റ്റ് കാണാം. സോ നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ ഓഫ് ദ മെട്രിക്സ് 1 2 -1 1 0 1 4 -4 5 ഈസ്. 4 ഓപ്ഷൻസ് ഉണ്ട്. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ, ഒരു തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ? ഇപ്പോൾ തന്നിരിക്കുന്ന മെട്രിക്സിനെ നമുക്ക് എ എന്ന് പേര് കൊടുത്താൽ എന്തായിരിക്കും ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ? ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ. ഓക്കെ, ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ അത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ആണെങ്കിലോ അത് ഈക്വൽ ടു 0 എന്നും കൂടെ കൊടുക്കണം. അപ്പോൾ ഈക്വൽ ടു 0 കൊടുത്തപ്പോൾ ഇക്വേഷനായി. ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ മാത്രം എടുക്കുകയാണെങ്കിൽ അതെന്തായി? ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലായി. അപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന മെട്രിക്സിനെ എടുത്തെഴുതാം. ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ കാണാൻ വേണ്ടി ഇതിൻ്റെ ഡയഗണൽ വൈസ് മാത്രം ചേഞ്ച് കൊടുക്കുക. അതായത് 1ൻ്റെ പ്ലേസിൽ 1 മൈനസ് ലാംഡ, 0യുടെ പ്ലേസിൽ 0 മൈനസ് ലാംഡ, അതായത് മൈനസ് ലാംഡ. ഇവിടെ 5ൻ്റെ പ്ലേസിൽ 5 മൈനസ് ലാംഡ. അപ്പോൾ ബാക്കിയുള്ള എലമെൻറ്റ്സിനൊന്നും വ്യത്യാസമില്ല. എന്നിട്ട് ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് വാല്യൂ കാണുക. അത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇതിൽ ഏത് ഓപ്ഷനാണ് കിട്ടണമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന മെട്രിക്സിനെ എടുത്തെഴുതാം. മെട്രിക്സ് എ ഈക്വൽ ടു, എ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന മെട്രിക്സ് ഇതായിരുന്നു. 1 2 -1 1 0 1 4 -4 5. ഓക്കെ, ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഏതാ കാണേണ്ടത്? ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ ഐ ആണ് കാണേണ്ടത്. അതായത് ഡിറ്റർമിനൻ്റ് ഐ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. ഒരു 3/3 ഐഡൻറ്റിറ്റി മെട്രിക്സ് ആണ്. അതിനെ ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. മെട്രിക്സ് എയിൽ നിന്നും അത് സബ്ട്രാക്ട് ചെയ്യണം. അതാണ് എഴുതിയേക്കുന്നത്. ആക്ച്വലി ഇങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് എടുത്ത് എഴുതുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി? ഇത് ഡയഗണൽ വൈസ് എല്ലാം കൂടെ അങ്ങ് ഡയഗണൽ വൈസുള്ള എലമെൻറ്റിൽ മാത്രം ഒരു മൈനസ് ലാംഡ വെച്ചിട്ട് എഴുതിയാൽ മതി. അപ്പോൾ നമ്മുടെ ഈ റിക്വയർഡ് ഇതാവും. അപ്പോൾ എ മൈനസ് ലാംഡ ഐ എന്ന് പറഞ്ഞാൽ ഈക്വൽ ടു, അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു ഡിറ്റർമിനൻ്റ് ഓഫ് 1 മൈനസ് ലാംഡ 2 -1. ഓക്കെ, ബാക്കിയുള്ള എലമെൻറ്റ്സിനൊന്നും ചേഞ്ച് ഇല്ല. ദെൻ ഇവിടെ 1 തന്നെ, ഇവിടെ 0 മൈനസ് ലാംഡ, ദെൻ 1, ഇവിടെ 4, ഇത് -4 അങ്ങനെ തന്നെ 5 മൈനസ് ലാംഡ. ഓക്കെ, ഇതാണ് ഡിറ്റർമിനൻ്റ് ഓഫ് എ മൈനസ് ലാംഡ എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. ഓക്കെ, ഇനി ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. ഒരു 3/3 ഡിറ്റർമിനൻ്റ് ആണ്. നമുക്ക് വാല്യൂ കാണാൻ അറിയാം. എങ്ങനെയാണ്? ആദ്യം 1 മൈനസ് ലാംഡ ഇൻറ്റു 1 മൈനസ് ലാംഡ ഉൾപ്പെടുന്ന റോയും കോളവും അവോയ്ഡ് ചെയ്യുക. ബാക്കി വരുന്ന ഡിറ്റർമിനൻ്റ് നോക്കുക. അപ്പോൾ ഇവിടെ എന്തായിരുന്നു? 1 മൈനസ് ലാംഡ ഇൻറ്റു, അത് പോയി കഴിഞ്ഞാൽ ഇവിടെ മൈനസ് ലാംഡ ഉണ്ട്, ഇവിടെ ഒരു 5 മൈനസ് ലാംഡ ഉണ്ട്. അപ്പോൾ മൈനസ് ലാംഡ ഇൻറ്റു 5 മൈനസ് ലാംഡ, ദെൻ -4 ഇൻറ്റു 1, അതായത് -4. ഇവിടെ ഒരു മൈനസ് ഉണ്ട്, അപ്പോൾ +4 എന്ന് വരും. ഓക്കെ, ഇനി അടുത്ത ടൈം എപ്പോഴും മൈനസ് ആണ്. മൈനസ്, ദെൻ 2 ഇൻറ്റു, ഇതുപോലെ തന്നെ ബ്രാക്കറ്റിനകത്ത് 2 ഉൾപ്പെടുന്ന റോയും കോളവും അവോയ്ഡ് ചെയ്യുക. ബാക്കി വരുന്ന മൈനർ ഭാഗം നോക്കുക. ഇവിടെ 1 1 4 5 മൈനസ് ലാംഡ മൾട്ടിപ്ലൈ ചെയ്താൽ 1 ഇൻറ്റു 5 മൈനസ് ലാംഡ, 5 മൈനസ് ലാംഡ, ദെൻ -4 ഇൻറ്റു 1, ദറ്റ് ഈസ് 4. ഓക്കെ, ഇനി അടുത്തത് -1 ആണ്. സോ -1 ഇൻറ്റു, ഇവിടെ പ്ലസ് ആണ് ടേം വരേണ്ടത്. ഇവിടെ -1 വന്നേക്കുന്നതുകൊണ്ടാണ് -1 എഴുതിയിരുന്നത്. ഓക്കെ, -1 ഇൻറ്റു -1 ഉൾപ്പെടുന്ന റോയും കോളവും കളഞ്ഞാൽ ബാക്കി വരുന്ന മൈനർ 1 0 മൈനസ് ലാംഡ 4 -4 എന്നാണ്. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്താൽ 4 ഇൻറ്റു 1 ഇൻറ്റു -4 -4, ദെൻ -4 ഇൻറ്റു മൈനസ് ലാംഡ,
മൈനസ് 4 ലാംഡ. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, ആ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ആവും, പ്ലസ് 4 ലാംഡ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഡിറ്റർമിനൻ്റ് വാല്യൂ കാണുന്നു കഴിഞ്ഞു. ഇനി ഇതിനെ ഒന്ന് സോൾവ് ചെയ്തെടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 മൈനസ് ലാംഡ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് മൈനസ് ലാംഡ 5 മൈനസ് ലാംഡ, അപ്പോൾ മൈനസ് 5 ലാംഡ, ഇവിടെ മൈനസ് ഓഫ് മൈനസ് പ്ലസ് ലാംഡ സ്ക്വയർ പ്ലസ് 4 മൈനസ് ബ്രാക്കറ്റിനകത്ത് 2 ഇൻറ്റു ഇവിടെ 5 മൈനസ് ലാംഡ മൈനസ് 4, ദെൻ മൈനസ് 1 ഇൻറ്റു ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് ഓഫ് മൈനസ് പ്ലസ് 4 മൈനസ് 4 ലാംഡ. ഓക്കെ, that is equal to 1 minus lambda into minus 5 lambda plus lambda square plus 4 minus 2 into ഇവിടെ എന്ത് വരും, 5 minus 4 that is 1, അപ്പോൾ 1 minus lambda plus 4 minus 4 lambda. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ 1 മൈനസ് ലാംഡ കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 1 മൈനസ് ലാംഡ, ഞാൻ ആ സ്റ്റെപ്പ് ഒന്നും കൂടെ എടുത്തെഴുതാം. 1 മൈനസ് ലാംഡ ഇൻറ്റു ലാംഡ സ്ക്വയർ എന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ ലാംഡ സ്ക്വയർ മൈനസ് 5 ലാംഡ പ്ലസ് 4, ദെൻ മൈനസ് 2 ഇൻറ്റു 1 മൈനസ് ലാംഡ minus 2 into 1 minus lambda, 2 into 1 minus lambda plus 4 minus 4 lambda. Okay, plus 4 lambda. Okay, that is equal to ഇതൊന്നും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ലാംഡ സ്ക്വയർ 1 കൊണ്ട് മൾട്ടിപ്ലൈ ലാംഡ സ്ക്വയർ മൈനസ് 5 ലാംഡ പ്ലസ് 4, വീണ്ടും ഈ മൈനസ് ലാംഡ വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് മൈനസ് ലാംഡ ക്യൂബ് പ്ലസ് 5 ലാംഡ സ്ക്വയർ മൈനസ് 4 ലാംഡ മൈനസ് 2 ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ പ്ലസ് 2 ലാംഡ പ്ലസ് 4 മൈനസ് 4 ലാംഡ. സോൾവ് ചെയ്താൽ ആദ്യം ലാംഡ ക്യൂബ്, അപ്പോൾ മൈനസ് ലാംഡ ക്യൂബ് ടേം വേറൊന്നുമില്ല, അതെടുത്ത് എഴുതാതെ എഴുതി. ദെൻ ലാംഡ സ്ക്വയറിൻ്റെ ടേം എന്തൊക്കെയാണ്? ലാംഡ സ്ക്വയറിൻ്റെ ടേം എന്ന് പറഞ്ഞാൽ ലാംഡ സ്ക്വയർ എന്ന് പറയുന്നത് ഇതുണ്ട്, ഇവിടെ ഉണ്ട്. ഓക്കെ, ലാംഡ സ്ക്വയർ, അപ്പോൾ എന്ത് വരും? 6 ലാംഡ സ്ക്വയർ പ്ലസ് 6 ലാംഡ സ്ക്വയർ. 6 മൈനസ് 5 ആകുമ്പോൾ മൈനസ് 11 ആയി, മൈനസ് 11 ലാംഡ. ഓക്കെ, ബാക്കി കോൺസ്റ്റൻറ്റ് ടേംസ് ഇവിടെ പ്ലസ് 4, ഇവിടെ പ്ലസ് 4, ഇവിടെ മൈനസ് 2, അപ്പോൾ 4 4 8, 8 2 പോയ 6. ഓക്കെ, പ്ലസ് 6 എന്ന് വരും. മൈനസ് ലാംഡ ക്യൂബ് പ്ലസ് 6 ലാംഡ സ്ക്വയർ മൈനസ് 11 ലാംഡ പ്ലസ് 6. ഓക്കെ, ഇതിലൊരു ഇക്വേഷൻ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ ലാംഡ ക്യൂബ് മൈനസ് 6 ലാംഡ സ്ക്വയർ പ്ലസ് 11 ലാംഡ മൈനസ് 6. അപ്പോൾ ഇതായിരിക്കും നമ്മുടെ റിക്വേർഡ് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ മെട്രിക്സ് എ ഈസ് ഡയഗണലൈസബിൾ if the roots of its characteristic polynomial are options are real and equal, real and distinct, imaginary, none of these. ഡയഗണലൈസബിൾ ആണെന്ന് പറഞ്ഞെങ്കിൽ അതിൻ്റെ റൂട്ട്സിൻ്റെ പ്രോപ്പർട്ടി എങ്ങനെയായിരിക്കണം എന്ന് ചോദിച്ചേക്കാം. ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ റൂട്ട്സ് റിയലും ഡിസ്റ്റിങ്ക്റ്റും ആയിരിക്കണം. നമുക്കൊരു റിസൾട്ട് ഉള്ളതാണിത്. റിയലും ഡിസ്റ്റിങ്ക്റ്റും ആയാൽ ഒരു മെട്രിക്സ് ഡയഗണലൈസബിൾ ആയിരിക്കും. അപ്പോൾ ഏതൊരു മെട്രിക്സും ഡയഗണലൈസബിൾ ആവണമെങ്കിൽ അതിൻ്റെ റൂട്ട്സ് എങ്ങനെയായിരിക്കണം? റിയലും ഡിസ്റ്റിങ്ക്റ്റും ആയിരിക്കണം. റിസൾട്ടാണ് ഓർത്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് പറയുക. നിങ്ങൾക്ക് എക്സാമിന് അത് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് എനിക്ക് ആവശ്യമാണ്. നമ്മുടെ ചാനലൊന്ന് ഗ്രോ ചെയ്ത് വരണമെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.